ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് നമുക്ക് ചുറ്റും എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അതായത് ഇന്ന് നമ്മളൊരു 100 രൂപയ്ക്ക് ഒരു പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ അതേ പ്രൊഡക്റ്റ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ 107 രൂപ കൊടുക്കണം. അതായത് ഇൻഫ്ലേഷൻ്റെ ഒരു മിനിമം റേറ്റ് പറയുന്നത് 7%. അപ്പോൾ ഇൻഫ്ലേഷനെ നമ്മൾ ബീറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇൻഫ്ലേഷനേക്കാളും, അതായത് ഇന്ന് 100 രൂപയ്ക്ക് കിട്ടുന്നൊരു സാധനം നമ്മൾ 107 രൂപയ്ക്കാണ് വാങ്ങിക്കുന്നത്. അതായത് ഇന്നത്തെ 100 രൂപയുടെ വാല്യൂ ആണ് ഒരു വർഷം കഴിയുമ്പോൾ അതേ വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ 107 രൂപ കൊടുക്കണം എന്നർത്ഥം. അപ്പോൾ നമുക്ക് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് ക്യാഷിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യിപ്പിക്കാനായിട്ട് പറ്റണം. ഇന്ന് നമുക്ക് ചുറ്റും ഒരുപാട് അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് അവൈലബിൾ ആണ്, അല്ലേ? പലരും അങ്ങനത്തെ ഇൻസ്ട്രുമെൻറ്റ്സിലെല്ലാം പോയി ട്രാപ്പിലാകുന്നതും വളരെ കോമൺ ആണ്. എപ്പോഴും നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്കും നമ്മളെ ഗോളിനും ഉതകുന്നതായിരിക്കണം. അങ്ങനെ ആകുമ്പോഴാണ് നമുക്കതുകൊണ്ട് ഗുണമുള്ളൂ. ഇന്ന് നമുക്ക് ഒട്ടും ടെൻഷൻ ഇല്ലാതെ ഏത് സമയത്തും ക്യാഷ് വിഡ്രോ ചെയ്യാനും ക്യാഷ് ഇതിനകത്തോട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റുന്ന ഏറ്റവും നല്ല ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ പറ്റുന്ന ഗവൺമെൻറ് ബോഡീസ് റെഗുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. ഒരു രീതിയിലുള്ള ടെൻഷനും നമുക്ക് മ്യൂച്വൽ ഫണ്ടിലില്ല. നമ്മളൊരു SIP സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ മാസവും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഒരു നിശ്ചിത തുക നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മ്യൂച്വൽ ഫണ്ടിലോട്ട് പോകും. ആ മ്യൂച്വൽ ഫണ്ട് എങ്ങനെയാണ് ഗ്രോ ചെയ്യുന്നതെന്ന് നമുക്ക് ഈ അസറ്റ് പ്ലസ്, ഇപ്പം ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഈ ആപ്ലിക്കേഷൻ വഴി വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുകയും ചെയ്യും. ഇനി എങ്ങനെയാണ് ഒരു മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് എങ്ങനെയാണ് റിട്ടേൺ കിട്ടുന്നത്, അല്ലെങ്കിൽ എത്രയൊക്കെയാണ് റിട്ടേൺ വരുന്നത്? ഒരുപാട് വീഡിയോകൾ നിങ്ങൾ പല രീതിയിൽ കണ്ടിട്ടുണ്ടാവും. എന്നാലും അതിൻ്റെ ഒരു ഷോർട്ടായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഇവിടെ തരാം. ഇത് നമ്മുടെ അസറ്റ് പ്ലസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. ഇതിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും അക്കൗണ്ട് മെയിൻ്റനൻസിനൊന്നും ചാർജസ് ഇല്ല. ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഇതിനകത്ത് എങ്ങനെയാണ് SIP വർക്കാവുന്നതെന്നും അതുപോലെ തന്നെ ഇപ്പോൾ ലൈം ലൈറ്റിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു നല്ല മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചും ഇതിനകത്ത് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ആദ്യമായിട്ട് നമുക്ക് ഈ ആപ്ലിക്കേഷനകത്ത് ഏറ്റവും താഴെയായിട്ട് ടൂൾസിൽ കാൽക്കുലേറ്റർ ഉണ്ട്. കാൽക്കുലേറ്റർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള ഓപ്ഷൻസ് കാണാൻ പറ്റും. ഞാൻ SIP റിട്ടേൺ ആണ് എടുക്കുന്നത്. SIP റിട്ടേണിൽ ഇപ്പോൾ നമ്മൾ മന്ത്ലി ആയിട്ട് ഒരു 10,000 റുപ്പീസാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഏറ്റവും കുറവും ചെയ്യാം. എനിക്ക് തോന്നുന്നു 500 രൂപ മുതൽ വരെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ചില ഫണ്ടുകൾ 100 രൂപയെ ആലോചിച്ച്, പക്ഷേ 500 വളരെ കോമൺ ആയിട്ടുള്ളത്. ഞാനൊരു 10,000 വെക്കുന്നു. വേണ്ട, വളരെ സാധാരണക്കാരായ ആളുകൾക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് തന്നെ 5,000 വെക്കുന്നു. 5,000 എല്ലാവരെ കൊണ്ടും ഇന്ന് അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ ജോലി ചെയ്യുന്ന എല്ലാവർക്കൊണ്ടും സാധിക്കുന്നതാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ആ ഒരു എമൗണ്ട് വെച്ചത്. നമ്മളൊരു 10 വർഷത്തെ കാലാവധി, 10 വർഷം നമ്മൾ SIPയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് ആലോചിക്കാം. SIPയുടെ ഇതുവരെയുള്ള ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഒരു 12% റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. 12.5% പറയുന്നത്, പക്ഷേ 12 നമുക്ക് മിനിമം ഒരു ഡീസൻറ്റ് റിട്ടേൺ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അതിൽ മുകളിലോട്ട് കിട്ടിയിട്ടുണ്ട് പല ഫണ്ടുകളിലും, എന്നാലും 12. ഓരോ വർഷം കഴിയുമ്പോഴും നമ്മൾ ഈ SIP റിട്ടേൺ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ടിനെ നമ്മളൊന്ന് ടോപ്പപ്പ് ചെയ്യുന്നു. അതായത് 5,000 രൂപയാണ് ഞാൻ ഈ വർഷം ഇടുന്നതെങ്കിൽ അടുത്ത വർഷം ഒരു വർഷം കഴിയുമ്പോൾ ഞാൻ 6,000 രൂപ ഇടുന്നു. അതായത് 20% ഞാൻ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. ഇത് വേണമെങ്കിൽ 10% ആക്കാം. അതായത് ഈ വർഷം ഞാൻ 5,000 രൂപ നിക്ഷേപിക്കുന്നു. അടുത്ത വർഷം തൊട്ട് ഞാൻ 5,500 എന്ന് പറഞ്ഞാൽ 10%. ഞാനത് 6,000 എന്ന് പറഞ്ഞ ഒരു ഇതിൽ കൂട്ടുന്നു. എന്നാൽ ഒരു വർഷം കഴിയുമ്പോൾ നമ്മളെ കൊണ്ട് ഒരു 1,000 രൂപ നമുക്ക് അധികം ഇടാൻ സാധിക്കണം. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ നന്നായിട്ട് കൂട്ടാൻ പറ്റുന്നത്. അതുകൊണ്ട് ഞാൻ 20% എന്ന് കൂട്ടുന്നു. അങ്ങനെ വരുമ്പോൾ ഞാനിത് 1 ഇയറിൽ അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ 20% കൂട്ടുന്നു. അപ്പോൾ ഒരു വർഷം വരെ 5,000 ചെയ്യുന്നു, ഒരു വർഷം കഴിയുമ്പോൾ ഇത്രയും ചെയ്യുന്നു. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ നിൽക്കുന്ന നോക്കിയാൽ കാണാൻ പറ്റും. നമ്മൾ ടോട്ടലായിട്ട് ഇൻവെസ്റ്റ് ചെയ്താണ് ബ്ലൂ കളറിൽ കാണുന്നത്. 15.5 ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും.
നമുക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് 9.73 ലക്ഷം രൂപ. ടോട്ടലായിട്ട് നമ്മളിത് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ അപ്പോൾ വരുന്ന 10 വർഷം കഴിഞ്ഞ് നമ്മൾ 5000 രൂപ വെച്ച് ചെയ്യുന്ന SIPയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 25 ലക്ഷം രൂപയായിട്ട് മാറും. ഇനി ഇതിൻ്റെ ചെറിയൊരു മാജിക് കാണിച്ചു തരാം. ചെറിയൊരു മാജിക്ക്, നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ ഒരു 3 വർഷം ഞാൻ എക്സ്ട്രാ ആയിട്ട് ഇടുന്നു. 3 വർഷം ഇവിടെ 10 വർഷം എടുക്കുന്നത് ഞാൻ 13 വർഷം കഴിഞ്ഞിട്ട് 3 വർഷം കൂടി ഞാനിവിടെ ഹോൾഡ് ചെയ്യുന്നു. ഇതേപോലെ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നു. അങ്ങനെ ചെയ്ത് എന്ത് സംഭവിക്കും? നിങ്ങൾ നോക്കിക്കേ, 29 ലക്ഷം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് കിട്ടുന്നത് 23 ലക്ഷം രൂപയും ടോട്ടലായിട്ട് 52 ലക്ഷം രൂപ വന്നു. നമ്മൾ 10 വർഷം നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് 25 ലക്ഷം എമൗണ്ടാണ് ടോട്ടലായിട്ട് വന്നത്. നമ്മുടെ ലാഭം എന്ന് പറയുന്നത് 9.73 ലക്ഷം. അത് ഞാൻ വെറും 3 വർഷം കൂടി അവിടെ നിന്ന് ഇൻക്രിമെൻ്റ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? 9 ലക്ഷത്തോളം ഉണ്ടായിരുന്ന ഗെയിൻ, ലാഭം എന്ന് പറയുന്നത് 23 ലക്ഷമായി. ഇനി ഞാനിതൊരു 15 വർഷം, ഇപ്പം നമ്മുടെ കുട്ടികളുടെയൊക്കെ പഠിത്തത്തിന്, അവരുടെ മാരേജ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അവരിതേപോലെ 5 വയസ്സോ 10 വയസ്സോ ഒക്കെ ആകുമ്പോൾ നമ്മൾ തുടങ്ങുന്നതായിരിക്കും. ഒരു 15 വർഷം നമ്മളിത് ഇതുപോലെ അവർക്ക് വേണ്ടിയിട്ട് 5000 രൂപ വെച്ച് മാസം ചെയ്യാം. ഒരു കൊല്ലം കഴിയുന്ന സമയത്ത് 5000 ചെയ്ത സ്ഥലത്ത് നമ്മൾ 6000 വെച്ച് ചെയ്യുക. അങ്ങനെ കൂട്ടി കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾ നോക്കിയേ, അവർ ഇപ്പോൾ ഒരു 10 വയസ്സായ കുട്ടിയുടെ പേരിലൊരു SIP നിങ്ങൾ തുടങ്ങുക. 15 വയസ്സായത് 25 വയസ്സാകുന്ന സമയത്ത് ആ കുട്ടി ഒരു യൂണിവേഴ്സിറ്റിയിലോട്ടൊക്കെ പഠിക്കാൻ പോവുകയാണെങ്കിലോ, അല്ലെങ്കിൽ അവരുടെ മാരേജ് എക്സ്പെൻസിനോ, അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചറായിട്ടുള്ള അവരുടെ ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ സ്റ്റഡീസിനൊക്കെ വരുമ്പോഴേക്കിനും 82 lakhs ആണ് നമുക്ക് 15 വർഷം കഴിഞ്ഞ് കിട്ടുന്നത്. അതായത് ഇതാണ് ഈ കോമ്പൗണ്ടിങ് എന്ന് പറയുന്നതിൻ്റെ ഒരു വല്ലാത്ത മാജിക്. അപ്പോൾ നമ്മൾ എത്ര സമയം, എത്ര ക്ഷമയോടുകൂടിയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എൻ്റെ സ്റ്റോക്ക് മാർക്കറ്റിലെ എക്സ്പീരിയൻസ് ഞാൻ പറയാം. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ക്ഷമ കാണിക്കുമ്പോഴാണ് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുന്നത്. ക്ഷമ കാണിക്കാതെ അക്ഷമമായിട്ട് നമ്മൾ പെരുമാറുമ്പോൾ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ വിചാരിച്ച ലാഭം കിട്ടില്ല. അപ്പോൾ ഏറ്റവും ക്ഷമയോടുകൂടി എത്ര ചെറിയ എമൗണ്ട് ആണെങ്കിലും, നിങ്ങൾ കയ്യിൽ 5000 ഇല്ല, 500 രൂപ അല്ലെങ്കിൽ 500 രൂപ വെച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള പ്രോഫിറ്റ് നമുക്ക് കിട്ടും. ഓക്കെ, അതുകൊണ്ട് ഈ അസറ്റ് പ്ലസ്സിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഫ്രീ ആണ്, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അക്കൗണ്ട് മെയിൻ്റെനൻസോ ഇതിൻ്റെ ചാർജസോ ഒന്നുമില്ല. അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത് ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് കമൻ്റായിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലോ ഞാൻ എഴുതിയിടാം. നിങ്ങൾക്ക് ആ ലിങ്ക് ഉപയോഗിച്ച് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ സപ്പോർട്ടിന് കോൺടാക്റ്റ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പറും കൊടുത്തിടാം. നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ നിങ്ങൾക്ക് അറിയുന്നില്ല എങ്കിൽ എനിക്ക് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി സഹായിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാമെങ്കിൽ അതിൻ്റെ സ്റ്റെപ്സ് അതിനകത്ത് കാണുന്ന വെച്ചിട്ട് നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഈ ആപ്ലിക്കേഷൻസ് വഴി NRIസിന് ഏറ്റവും സിമ്പിളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കാരണം അവർക്ക് പേപ്പർ വർക്ക് ഒന്നുമില്ല. അവർ ഏത് രാജ്യത്താണോ നിൽക്കുന്നത് ആ രാജ്യത്ത് നിന്നുകൊണ്ട് തന്നെ അവരുടെ NRE അക്കൗണ്ട് ഉപയോഗിച്ചും ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മളൊരു ഫണ്ട് പരിചയപ്പെടാം. SIPൻ്റെ റിട്ടേണിൻ്റെ ആ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ഇവിടെ ഓൾ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ പോകുന്നു. ഇവിടെ ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമൊക്കെ നടക്കുന്നത് കാരണം തന്നെ ലൈം ലൈറ്റിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു മ്യൂച്വൽ ഫണ്ടാണ് ഞാനിവിടെ പറയുന്നത്. മോത്തിലാൽ ഓസ്വാൽ നിഫ്റ്റി ഇന്ത്യ ഡിഫൻസ് ഇൻഡെക്സ് ഫണ്ട്. ഈ ഫണ്ടിൻ്റെ ഒരു പ്രത്യേകത നിങ്ങളൊന്ന് നോക്കിയേ. ഈ ഫണ്ട് തുടങ്ങിയ സമയത്ത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത ഒരാളായിരുന്നു. പേഴ്സണലായിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത ഒരാളായിരുന്നു തുടങ്ങിയ സമയത്ത്. ആ സമയത്ത് ഞാനിപ്പോൾ ഇതിൻ്റെ ഇവിടെ കീ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഏകദേശം പീക്ക് ജസ്റ്റ് ഒന്ന് ഇതിന് NFO വിളിച്ച സമയത്ത്, ഫണ്ട് പുതുതായിട്ട് വന്ന സമയത്താണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത്. ഞാൻ 1 ടൈം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു, SIP ആയിട്ടല്ല ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷേ അവിടെ തൊട്ട് ഈ ഫണ്ട് ഇങ്ങോട്ട് താഴോട്ട് വന്നു, വളരെ താഴോട്ട് വന്നു. പക്ഷേ ഡിഫൻസ് എന്ന് പറയുന്ന ഒരു സെക്ടറിൽ എനിക്ക് വിശ്വാസമുള്ളത് കൊണ്ട് ഞാൻ അതിനൊന്നും ചെയ്തില്ല. ഞാൻ അവിടെ പണത്തെ അവിടെ വെറുതെ ഇട്ടു. പക്ഷേ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഏകദേശം കാണാൻ പറ്റും. ഏകദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ മാർച്ചിന് ശേഷം. പക്ഷേ ഞാൻ ഈ വളരെ ഡിപ്പ് വന്ന സമയത്ത് ഞാൻ ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഈ ഡിപ്പിൽ നിന്ന് അത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ പെട്ടെന്ന് ഇവിടുത്തെ ഈ ഡിപ്പ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഏകദേശം 60% നിങ്ങൾക്ക് മേലെ കാണാൻ പറ്റും. 60% ഒരു ഹൈക്കാണ് വളരെ കുറഞ്ഞ സമയം കൊണ്ടുണ്ടായത്. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ വാറും
അതേപോലെ റഷ്യ ഉക്രൈൻ വാറും ഇസ്രായേൽ ഇറാൻ ഇഷ്യൂസ് ഇങ്ങനെയൊക്കെ വന്ന സമയത്ത് ഡിഫൻസ് തീമുകൾ കുറച്ചും കൂടി ലൈം ലൈറ്റിലോട്ട് വന്നു. അതായത് ഒരു കൺട്രിയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് എപ്പോഴും അതിൻ്റെ ഒരു ഡിഫൻസ് സെക്ടർ തന്നെയാണ്. അപ്പോൾ ഡിഫൻസ് എന്ന് പറയുന്നത് ഒരു തിമാറ്റിക് ഫണ്ടാണ്. അപ്പം ചെറിയ രീതിയിലുള്ള SIP ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പരിഗണിക്കാൻ പറ്റുന്നൊരു ഫണ്ടും കൂടിയാണ് ഡിഫൻസ്. ഇന്ത്യയിലെ ഡിഫൻസ് സെക്ടറുകളിൽ നമ്മുടെ ആർമിയിൽ വിഭാഗവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഇതിലുള്ള കമ്പനികൾ പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, ഭാരത് ഇലക്ട്രോണിക്സ്, നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡ്, ഗാർഡൻ റീച്ച് ഷിപ്പ്യാർഡ് പോലത്തെ കമ്പനികളാണ് ഇതിലുള്ളത്. അപ്പം നമ്മുടെ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇതിനകത്ത് അക്കൗണ്ട് ഓപ്പണിംഗ് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൺ ടൈം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ SIP ആയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുമെങ്കിൽ സ്റ്റാർട്ട് SIP എന്ന് കൊടുക്കുക. നിങ്ങൾ ഡെയിലി ആണോ പണം അടക്കുന്നത് അല്ലെങ്കിൽ മന്ത്ലി ആണെങ്കിൽ മന്ത്ലി സെലക്ട് ചെയ്യാം. നിങ്ങളെ കൊണ്ട് എത്ര രൂപയാണോ സാധിക്കുന്നത്, എനിക്ക് തോന്നുന്നു മിനിമം 500 വെച്ചിട്ട് ചെയ്യാൻ പറ്റുക. ഇവിടെ കാണിക്കുന്നുണ്ട് മിനിമം 500 വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് ടോപ്പപ്പ്, അതായത് ഒരു വർഷം കഴിയുമ്പോൾ അത് 10% കൂട്ടണോ 15% കൂട്ടണോ എന്നുള്ളത് ഇവിടെ മാർക്ക് ചെയ്യാം. ഇനി കൂട്ടണ്ട വേണ്ട എന്നുള്ളവർക്ക് അവിടെ 0 എന്നിടാം. അപ്പം എത്ര ഇപ്പോൾ 1% കൂട്ടണം എന്നുള്ളവർക്ക് പെർസെൻറ്റേജ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ. ഓക്കെ, നമ്മൾ പെർസെൻറ്റേജ് കൊടുക്കുമ്പോൾ നമ്മൾ ടോപ്പപ്പ് കൊടുക്കാം. ഇനി ടോപ്പപ്പ് വേണ്ട, എനിക്കിവിടെ ഒരു ടോപ്പപ്പും ചെയ്യേണ്ട എന്നുള്ള എനേബിൾ എന്നുള്ളത് ഡിസേബിൾ എന്നാക്കിയാൽ മതി. ടോപ്പപ്പ് വേണമെങ്കിൽ എനേബിൾ ആക്കിയിട്ട് 10% കൂട്ടണോ 15% കൂട്ടണോ എന്നുള്ളത് അവിടെ മെൻഷൻ ചെയ്യാം, അല്ലെങ്കിൽ ടോപ്പപ്പ് ഒഴിവാക്കുക. നമ്മളിവിടെ വരുന്നു, ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട്, ഇത് എൻ്റെ ബാങ്ക് അക്കൗണ്ടാണ് ഇവിടെ ഓട്ടോമാറ്റിക്കലി വന്നത്. ഏത് ഡേറ്റിനാണ് SIP പോകേണ്ടത്, എല്ലാ മാസവും 1-ാം തീയതി ആണോ 2-ാം തീയതി ആണോ എന്നുള്ള, ഇപ്പോൾ ഞാനൊരു 10-ാം തീയതി സെലക്ട് ചെയ്താൽ 10-ാം തീയതി വരും. എന്നിട്ട് ഇൻവെസ്റ്റ് നൗ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എത്രയാണോ പറഞ്ഞിട്ടുള്ളത് ആ എമൗണ്ട് നമുക്ക് ഓരോ മാസവും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് പോകും. നമുക്ക് അസറ്റ് പ്ലസ് ആപ്ലിക്കേഷൻ വഴി ഈ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടും ഡീറ്റെയിൽസും കാണാൻ പറ്റും. നിങ്ങൾക്ക് അതിൻ്റെ മെയിലും കാര്യങ്ങളും എല്ലാം വരും. സോ അപ്പോൾ അസറ്റ് പ്ലസ്സിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എൻ്റെ അടുത്ത് വാട്സപ്പ് ചെയ്ത് ചാറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. സോ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയത്തും സപ്പോർട്ടിന് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.